മലയാളികളുടെ മനസ്സിൽ ഒരു സ്പെഷ്യൽ സ്ഥാനമുള്ള ഒരു രുചിയാണ് കേട്ടോ ചക്ക. പക്ഷെ ഇവിടെയാണ് കഥ മാറുന്നത്. ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു നാടൻ മാസ ടേസ്റ്റ് ആണ് കേട്ടോ. ചിക്കൻ വറുത്തരച്ചത് നമ്മൾ പലപ്പോഴും കഴിക്കാറുണ്ട്. പക്ഷെ വറുത്തരച്ച ചക്കക്കറി ഉണ്ടാക്കാനുള്ള സമയം കിട്ടാറില്ല എന്നതാണ് സത്യാവസ്ഥ. നമ്മൾ ഇന്ന് കറി വെക്കാൻ എടുക്കുന്നത് ഇടിച്ചക്കയാണേ. വളരെ ക്ഷമയോടെ ശ്രദ്ധിച്ചു ചെയ്താൽ എളുപ്പത്തിൽ തന്നെ ഇതിന്റെ പുറംഭാഗം നന്നാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അല്പം തേങ്ങാണ്ണയോ വെളിച്ചെണ്ണയോ കയ്യിൽ തേച്ചാൽ ആ കറ ഒട്ടാതെ തന്നെ നോക്കാം. പെരുമാറുന്ന കത്തിയിലും ഒന്ന് തേച്ചാൽ ഒന്നുകൂടി ഈസി ആയിരിക്കും കേട്ടോ. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഐറ്റം തേങ്ങയായതിനാൽ ആദ്യം നമുക്ക് 2 മുറി തേങ്ങ എടുക്കേണ്ടതാണ്. പിന്നെ പൊട്ടിച്ച തേങ്ങയിലെ വെള്ളം കുടിക്കാൻ പൊന്നൂസ് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന പതിവാണ് കേട്ടോ. തേങ്ങ വറുക്കുമ്പോൾ ചെറിയുള്ളി, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, അല്പം ഫ്ലേവർ കൂട്ടാൻ കുറച്ച് കറിവേപ്പില, ജീരകം, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇടുന്നത് നന്നായിരിക്കും കേട്ടോ. ഇടയിൽ ചക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിന്റെ കൂടെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നമുക്കൊരു 3 വിസിൽ അടിച്ച് എടുക്കണം കേട്ടോ. വേവിച്ച ചക്കയിലേക്ക് അരപ്പ് പാകിയതിനു ശേഷം ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ അല്പം കടുക് പൊട്ടിച്ച് കൊത്തിവെച്ച തേങ്ങാക്കൊത്തു കൂടി ഇട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒന്ന് ഏഡ് ചെയ്താൽ കൂട്ടുകാരെ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. കേരളത്തിൽ ചക്കയെ ദരിദ്രന്റെ ഭക്ഷണം എന്ന് വിളിച്ച് കേൾക്കാറുണ്ടായിരുന്നു പണ്ട്. കാരണം ഒരു ചക്ക മാത്രം മതി ഒരു കുടുംബത്തിന് നല്ലൊരു ഭക്ഷണം ഒരുക്കാൻ. കേരളത്തിന്റെ മണ്ണിൽ വളർന്ന ഒരു അത്ഭുതം, ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്പത്ത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ചക്ക പഴം മാത്രമല്ല, ഒരു പരിപൂർണ ഭക്ഷ്യലോകം തന്നെയാണ്. സംസ്കാരം, ഒരു ഓർമ്മ, ഒരു രുചിയുടെ ലോകം എന്നൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് പറയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ.